DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഭൂവുടമകൾക്ക് 10 അക്ക തനത് ID-യിൽ അധിഷ്ഠിതമായ തിരിച്ചറിയൽ രേഖയായി ഡിജിറ്റൽ റവന്യൂ കാർഡ് മന്ത്രി കെ രാജൻ പുറത്തിറക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ജനിച്ചവരാണെന്ന് തെളിയിക്കുന്നതിനായി നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ ഇതിനു പകരമായി ആജീവനാന്തം ഉപയോഗിക്കാൻ കഴിയുന്ന ആധികാരികമായ ഒരു തിരിച്ചറിയൽ രേഖയായിട്ടാണ് സർക്കാർ നേറ്റിവിറ്റി കാർഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ ആവശ്യത്തിനും വില്ലേജ് ഓഫീസുകൾ കയറിറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. ഈ കാർഡ് വെറുമൊരു കടലാസ് രേഖയല്ല, മറിച്ച് ഫോട്ടോ പതിപ്പിച്ചതും വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ ചിപ്പ് ഘടിപ്പിച്ചതുമായ ഒരു സ്മാർട്ട് കാർഡ് ആയിരിക്കും. അപേക്ഷകന്റെ വ്യക്തി വിവരങ്ങൾക്കൊപ്പം ജനനത്തീയതിയും നിലവിലെ മേൽവിലാസവും ഈ കാർഡിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. ഇതൊരു ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. 5 ദിവസത്തിനിടെ 3000-ലധികം രൂപ വർദ്ധിച്ച ശേഷം ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ടായിരിക്കുകയാണ്. പവന് 160 രൂപയാണ് കുറഞ്ഞത്. 1,18,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 20 രൂപയാണ് കുറഞ്ഞത്. 14,820 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായവർക്കായി വീട് നിർമ്മാണത്തിനായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. അപേക്ഷകർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത് കുറഞ്ഞത് 2 വർഷമെങ്കിലും മുടങ്ങാതെ അംശാദായം അടച്ചവരായിരിക്കണം. 25 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. സ്വന്തമായി കുറഞ്ഞത് 3 സെന്റ് സ്ഥലമെങ്കിലും അപേക്ഷകന്റെ പേരിലോ പങ്കാളിയുടെ പേരിലോ ഉണ്ടായിരിക്കണം. വായ്പാ തുക 10 വർഷം കൊണ്ട് തുല്യ ഗഡുക്കളായി തിരിച്ചടക്കേണ്ടതാണ്. താൽപ്പര്യമുള്ളവർക്ക് ക്ഷേമനിധി ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kmtwb.kerala.gov.in വഴി ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഫോണിലെ സിം ഊരി മാറ്റിയാൽ വാട്സപ്പും ടെലിഗ്രാമും പോലെയുള്ള മെസ്സേജിംഗ് ആപ്പുകൾ പ്രവർത്തിക്കാത്ത സംവിധാനം ശനിയാഴ്ചക്കകം പ്രാബല്യത്തിൽ വന്നേക്കും. ചട്ടം പാലിക്കാനായി 3 മാസം സമയമാണ് കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. കാലാവധി നീട്ടിയില്ലെന്നും മാർഗരേഖയിൽ ഒരു മാറ്റവും ആലോചിക്കുന്നില്ലെന്നും കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. വാട്സാപ്പ് ചട്ടം പാലിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായാണ് വിവരം. വാട്സപ്പിന്റെ ബീറ്റ പതിപ്പിൽ സിം ബെൻഡിങ്ങിനുള്ള അപ്ഡേറ്റുകൾ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ വാട്സപ്പ് പോലെയുള്ള ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സിം വെരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലും തുടർന്നുപയോഗിക്കാൻ അതേ സിം ആവശ്യമില്ല. ഇത് തട്ടിപ്പുകൾക്കും കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നതായാണ് സർക്കാരിന്റെ വാദം. സിം ഉപേക്ഷിച്ച ശേഷം വൈഫൈ ഉപയോഗിച്ച് ക്രിമിനലുകൾ ആപ്പ് പ്രവർത്തിപ്പിക്കാറുണ്ട്. സിം കാർഡ് ഇല്ലാത്തതിനാൽ ഈ ആപ്പുകൾ വഴിയുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക എളുപ്പമല്ല. പുതിയ ചട്ടമനുസരിച്ച് വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന വാട്സപ്പ് വെബ് പോലെയുള്ള വെബ് വെർഷനുകൾ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും തനിയെ ലോഗൌട്ട് ആകണം. പിന്നീട് ആപ്പിലുള്ള ഫോണിൽ നിന്ന് QR കോഡ് സ്കാൻ ചെയ്ത് ലോഗിൻ ചെയ്യണം. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടെ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 വീതം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. ഇന്നും പെൻഷൻ വിതരണമുണ്ട്. അതിനാൽ ഇന്നലെ ലഭിക്കാത്തവർക്ക് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നതാണ്. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നാളെയുമൊക്കെ ആയിട്ടായിരിക്കും വീടുകളിലുള്ള ഭൂരിഭാഗം പേർക്കും തുക ലഭിക്കുക. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിലേക്ക് എത്തുക. നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം PFMS സംവിധാനം വഴി ഈ തുകയും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.